അവരെ ആശിപ്പിക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ കാരണവും ഇവന്റെയും മനസ്സിന്റെയും സാധനം പിതാവും ഉപ്പരത്തട്ടെ സഹോദരനെ ഞാൻ ഇപ്പോൾ നിങ്ങളോട്
അവന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെ വിളിച്ചിട്ട് എടുത്തോ ആട്ടിനുള്ള അവരെ മൂന്നാമത് ഒരു മിനിറ്റ്
അടക്കാഞ്ചേരി ശരിക്കും വടക്കാഞ്ചേരി കല്ല് കഴിഞ്ഞാൽ അഞ്ചെട്ട് വീടാണ്. ഇവിടെ വന്ന നടന്നോ എവിടെ വെച്ചു അതെടുത്ത് കയറ്റേ അവനെയാണ് ഉദ്ദേശിച്ചത്. വേറെ ആൾക്കും
ജീവന്റെയും മരണത്തിന്റെയും നാശമാകുന്നു ആത്മാവുമായി ജീവൻ നൽകി പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുമഴിയെല്ലാം കാണുന്നു നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ അനുഗ്രഹിക്കണമേ. പിന്നെ വിളങ്ങും പതനമുണരാൻ മറമരു വേണം. ഉന്നതരെല്ലാരും മിന്നി വിളങ്ങും വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വെണ്ടലമെന്നും പൊങ്ങി മുഴങ്ങും കാളനാദം ഉചിതമല്ലോ. ഉന്നതരെല്ലാരും മിന്നി വിളങ്ങും അന്ത്യമിഴത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയെങ്കിൽ ചേർക്കണമീശോ. വിളങ്ങും പരമരുളേണം.
കർത്താവെ കാതുനെ വിളിക്കുന്നു. മരിച്ചു ദീർഘ്യതൊരു താമസി കർത്താവെ കാതുനെ വിളിക്കുന്നു. ശബ്ദം കേൾക്കണമേ. പ്രാർത്ഥന ചെയ്കൊള്ളണമേ. നീ പാപങ്ങളെല്ലാം ആഴ്ത്തിരിക്കുന്നെങ്കിൽ ആർക്ക് രക്ഷയുണ്ട്? പാമോചനന്റെ പക്കൽ നിന്നാകുന്നല്ലോ. ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. ആൾക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവിടുത്തെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആരാധനയെ വിളിക്കുന്നു, വച്ചരിക്കുന്നവരെ പ്രാർത്ഥിക്കാൻ സമാധാനം. സജീവ ജീവിതായികമായ ശബ്ദത്തായ സമയവർക്ക് ചേർത്താവേ ശബ്ദം വലിയമായ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുന്നതിന് അടുത്ത വാക്കെടുക്കുകയും ചെയ്യട്ടെ. പാവങ്ങൾ പുറത്തുനിന്ന് കണ്ണു നിറഞ്ഞു തീരുമാനമായി കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരിച്ചവരെ ജീവിപ്പിക്കണമേ, ജീവിക്കുന്നതിനെ പുറം പരിപാലിക്കണമേ. കുത്താനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നീ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ദൈവമായ നിന്റെ പുരുഷനോടെ അടുത്തോട് ദൈവദൂതന്മാരുടെ രാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ രക്ഷനായി കബറുകളിൽ നിന്ന് ഉയർത്തുകയും ക്ഷേമന്മാരും വേർതിരിക്കുകയും ചെയ്ത രക്ഷാകരമായ ദിവസം നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭം മുതൽ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് സഹോദരി നീ സ്വീകരിക്കണമേ. ഞങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തിനുള്ള നിന്റെ പ്രയോജനത്തിനുള്ള സ്ഥിതിമാറാണ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആദ്യ മുതൽ എന്നേക്കും ഈശോനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടു കൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചവരെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് ഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും അവരോടുകൂടെ ഇയാളെയും തന്റെ വലത്തുഭാഗം നിർത്തുവാനാകട്ടെ. ജീവന്റെ പുസ്തകത്തിന്റെയും ഇയാളുടെ പേരെഴുതുകയും ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. നോക്കിയേ കൊടി പോലെ ജീവിതമില്ലയിൽ ഓർത്തോക്കിനിയും ആകാശത്തിൻ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും
പുരുഷന്മാരന്തരമിയനാദുസ്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതകണക്കെ രാജിക്കുന്നു. വ്രതനായി മിശിഹ മൂന്നാം ദിവസം ജീവൻ നേടി. ഈശ്വരവചനം ചങ്കരയേവം പൊട്ടിനുറുങ്ങി. മൃതിയുടെ കൊടുതാം കോട്ടകളെല്ലാം തട്ടി നിരത്തി നാഥൻ നവമായുത്ഥാനത്തിൻ പാത തുറന്നു. സ്വർഗമണഞ്ഞോരത്ഭുതനിധിയും ജയലാളിതനായി വരുമീധരയിൽ കുരിശിൻ പ്രഭയാൽ പരിവേഷ്ടിതനായി. ആകാശത്തിൽ ദൂതന്മാരും ധരമേൽ നരരും അക്ഷമരായി ആഗമദിവസം കാത്തു കഴിപ്പൂ. ബീജമാനൻ പ്രതിഫലമേകാൻ എത്തും ദിവസം വേഗം പുലരാൻ പ്രത്യകടങ്ങൾ നോക്കിയിരിപ്പൂ. മണവാളൻ വന്നെത്തും നേരം മണവരച്ചേരാകൾ തെളിച്ചാൽ കന്യാമണികൾ കാത്തു കഴിപ്പൂ. നിത്യഞ്ചലനായി ദൂതന്മാരും തിരുസന്നിധിയിൽ ആദരപൂർവം സാഹളമൂതാൻ അണിനിൽക്കുന്നു. ഓശാനകളാലെതിരേൽപ്പതിനാ പരിശുദ്ധന്മാർ ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു. മരണത്താലേ വിജയമണിഞ്ഞോരുന്നതകൃപനായി പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു. സുഹൃതസുമങ്ങൾ ചാർത്തിയൊരുങ്ങി സമരം കൃതരാ വരുവിൻ വരുവിൻ നൃപലേ മുറപ്പു എതിരേൽപ്പതിനാ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങും എന്നല്ല ചെയ്ത സകലത്തിന്റെയും നാഥനാദൈവം ഉയർത്തിച്ച മഹത്വത്തോടുകൂടെ പ്രധാന ദിവസം തന്റെ വലത്ത് ഭാഗം നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉപദേശകൾ അത്യുന്നത ദൈവത്തിന് ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും കർത്താവുമായ ശ്രദ്ധിക്കാം. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിക കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു വരവിന്ദം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു.
ആദിപിതാവാമാതത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. പിളവിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി വിശ്വാസം സേവിക്കും മനുജൻ ഞാൻ അന്തിമദിവസത്തിൽ. പ്രസംഗിക്കുന്നു പൗലോസിൻ തിരുവാക്യങ്ങൾ പകർന്നീടും. മർത്യന പുനരുന്നു, ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവ സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിറകുവിടത്തിയവരെ സ്വീകരിക്കുന്നു. അമ്പരവീതിയിലഖിലേശൻ നിശികാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയാൻ എതിരേൽക്കുന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. ഇന്നു മുതൽ എന്നെ സായുജ്യം ഉൾകൊള്ളതിനീയാത്മാവും എന്നിൽ കേൾക്കും ശരീരത്തെ വിട്ടുപിരിഞ്ഞുപിരിക്കുന്നു. മാനവഗണമാതിരമുന്നാം തക്ഷമരായി കഴിയുന്നു. അവൻ എനിക്ക് കൈക്കുള്ള ഭക്ഷണം തന്നു. പറുദീസായിൽ കരിനീട്ടി, വൃക്ഷം മധ്യനു പ്രതീകി. കാറുദീസായിൽ കൈനീട്ടി, കുരിശാമധ്യനുയർത്തി. വിശികാനാഥൻ മരണത്താൽ മരണത്തിന്മേൽ ജയമാർന്നു. ദൈവമേ, ഞങ്ങൾ തെളിവായി കേട്ടു നിന്നുടെ നീതിയിൽ ശുദ്ധന്മാർ ആനന്ദത്തിൽ പൂണ്ടേടും. ദുഷ്ടജനത്തിനു പീഡകളും നൽകി ഞങ്ങളിതറിയുന്നു. നാഥാ, ഞങ്ങളെ മൃതരെല്ലാം നുകരാമോ നിൻ കൃപയെന്നും. സ്നേഹമുള്ളവരെ, നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ അമ്മയുടെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അമ്മ നമുക്ക് ഓരോരുത്തർക്കും നൽകിയ വലിയ മാതൃക നമുക്ക് ഉൾക്കൊള്ളാം. നമ്മുടെ ഈ കുടുംബത്തിൽ നല്ല രീതിയിൽ നയിക്കാൻ അപ്പൻ്റെ ഒപ്പം നല്ല രീതിയിൽ നേതൃത്വം നൽകി മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ അമ്മയുടെ ആ നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളവരാണ്. അമ്മയ്ക്ക് പ്രത്യേക അമ്മയെ നമുക്ക് ദൈവം തന്നതിന് ആത്മാർത്ഥമായിട്ട് ദൈവത്തിന് നന്ദി പറയാം. അമ്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ സ്വർഗത്തിൽ ഇരുന്ന് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് തുടർന്നും തയ്യാറാണ്. അമ്മയോടും അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം. മാനുഷികമായിട്ടുള്ള ബലഹീനതകൾ വഴിയായി ഏതെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മാപ്പ് കൊടുക്കാനും കർത്താവിന്റെ തിരുസന്നിധിയിൽ സന്തോഷം അനുഭവിക്കുവാനും അമ്മയ്ക്ക് സാധിക്കട്ടെ. നാം ഓരോരുത്തരും ഈ ലോകത്തിൽ നിന്ന് മരണം വഴി വേർപിരിഞ്ഞ് പോകേണ്ടവരാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ അതിന്റെ പൂർണ്ണതയിൽ നിർമ്മിച്ച് ഒരുക്കമുള്ളവരായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ കർത്താവിന്റെ വിളിക്ക് നമുക്ക് പ്രത്യുത്തരം നൽകാനായിട്ട് സാധിക്കും. ഈ തിരുക്കർമ്മത്തിൽ സജീവമായിട്ട് നമുക്ക് പങ്കെടുക്കാം. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ നവീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഭവനത്തില് കാർമ്മികത്വം വഹിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഈ തിരുക്കർമ്മത്തിൽ സജീവമായിട്ട് പങ്കെടുത്ത് പ്രാർത്ഥിക്കാം.
അനുദപിക്കുന്ന പാപികൾക്ക് സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാമോചനത്തിനായി പണി നേരിടാൻ ആശീർവദിക്കണമേ. ഈ തരത്താൽ തന്നെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവമേ, അങ്ങനെ ബഹുമാനത്തിനുടെ പാമോചനത്തിനുമായി ചന്ദ്രൻ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന് സ്തുതി. സമാധാനം എപ്പോഴും സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപേണ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ആരാധിക്കുകയും പിന്നെ കാരുണ്യത്തെ പുകഴ്ത്തുകയും വലിയമായ ദുരിതത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് നാടിന്റെ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യജീവനം പുൽക്കൊടിക്ക് തുല്യമാവുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ നിന്റെ തിരുനാമത്തിന് സ്തുതി. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അത് നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാവുന്നു, മനുഷ്യവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിക്കുവലമിന്നരുളേണം. എല്ലാവരും സ്തുതരുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർദ്ദിനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വിശ്വാസിനാകുന്നു. മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചേരില്ലേ തിരുനാഥൻ, വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ. അന്തിമ ദിവസം ഉയർത്തേകും. പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മധ്യന പുണരുന്നു, ക്ഷയമുള്ളോ നക്ഷയനാകും. മധ്യതയേവം സകലേശൻ നിരനാം നൂതനമാക്കുന്നു. സ്വീകരിക്കുന്നു. അമ്പലവീതിയിലഖിലേശൻ വിശികാനാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരതിയാൽ എതിരേൽപ്പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. എന്റെ സഹോദരി വിശുദ്ധ പൗലോസിനിയ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അധ്യായം 4 വാക്യങ്ങൾ 13 മുതൽ 18 വരെ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മനുഷ്യശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരുടെ കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആകുമ്പോൾ ജീവിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ നിങ്ങൾ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും.
അപ്പോൾ ജീവിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരുടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിന്റെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകൾ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ ശംശിയായുടെ പരിശുദ്ധ സുവിശേഷം എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്ന നിത്യജീവനുണ്ട് എന്ന സത്യമായി ഞാൻ പറയും. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ ഇവിടെ പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ട് ഞാൻ ജീവനോടുമായ പിതാവ് അനുപുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധി കർത്താവാക്കുവാനുള്ള അധികാരവും അവനെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇത് വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറകൾ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ നിങ്ങളെ സൃഷ്ടിക്കുകയും അതുലമായ കൃപയാൽ നിങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ആത്മാവിനെ നിത്യാനന്ദ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്താനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണം പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ദാസന്റെ മനത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരെ കണ്ണുനീർ തുടിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുമായ മിശിഹായെ, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുർബാനകളെയും പ്രാർത്ഥിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ ആകാശത്തിലും ഭൂമിയിലും ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ ഭർത്താമറിയം ചുടുകണ്ണീരും മരണമടഞ്ഞൊരു സോദരനെ ചിന്തിച്ചു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം കണ്ണീരും ജീവനുമുയരും ഞാനാകുന്നു കരയരു ദൈവം കരുണയോടന്തികമാർന്ന അഖിലേശൻ
ശാന്തി പൊഴിഞ്ഞു അതൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിലിരുന്നു. ഞാൻ നമ്മുടെ ചെയ്തു എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിനെ മുന്നിൽ ഞാൻ നീക്കുമാറാകട്ടെ. വിശ്വസ്തരായ വൃദ്ധർക്ക് വാഗ്ദാനം അനുഗ്രഹിക്ക് ദൈവത്തിനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരനെ ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതേനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വതഭാഗ്യം കഴിവില്ലാത്തോരെ പാർവിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അടയട്ടെ ഞാൻ ശിവയാത്ര ജന്മാലേ സ്നേഹിതമേ യാത്രയിലാ ഞാൻ ചോദിക്കുന്നു നിങ്ങളെ ചെയ്തതിനെല്ലാം വിശിനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന മക്കളെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം സ്നേഹമുള്ളവരെ, അമ്മയുടെ നമ്മുടെ ശരീരം നമ്മൾ ഇവിടെ ദേവാലയത്തിലേക്ക് എടുക്കുകയാണ്. അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വിശുദ്ധ കുർബാന നാളെ രാവിലെ 6 മണിക്ക് നമ്മുടെ പള്ളിയിൽ വെച്ചുണ്ടാകും. അതിനുശേഷം ഒഫീസും വീട്ടില് അന്നതയും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കും. പള്ളിയിലേക്ക് പോകാനായിട്ട് ഉള്ളവര് കുരിശിന്റെ പുറകില് 2 വരിയായിട്ട് അണിനിരക്കണമെന്നുള്ള കാര്യം.
കർത്താവിന്റെ കാരുണ്യത്തെ നിങ്ങൾ കുറിക്കുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ സ്ത്രീത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നമ്മുടെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. തന്റെ മാതാവായ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാൽ മിശിഹായോടുകൂടി ആളുകളുടെ മാറാകട്ടെ. ജീവിതത്തിന്റെ പുസ്തകത്തിൽ ഈ ആളുടെ പേര് വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്താന പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഞങ്ങളുടെ മരണവിധേയരാകുകയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദൈവവചനങ്ങളാൽ പറയുന്നു. ഞാൻ നിങ്ങളെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിച്ച് നിങ്ങളെ പ്രാർത്ഥിക്കണമേ. ശരീരം നമ്മൾ സെമിത്തേരിയിലേക്ക് എടുക്കുക. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രരുടെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട കബറിടം പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വനാകും കർത്താവേ, ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. അതിലെ നീ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. ഈ കബറിടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സമർപ്പിക്കാം. ആദിമുതൽ നീക്കും ആമേൻ. പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം നിന്റെ വലതുപാത്രത്തെ നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്ന ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മിശിഹാ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മക്തല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ നിർമ്മല ചരിതകളാം സാറായേലീശ്വ മർത്തയോടും കൂടെ കടശീലുത്താനം നിതരാം കനിവാർന്നരുളട്ടെ കർത്താവകിലേശൻ. മുറക്കം കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ കർത്താവെ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചുയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവെ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു.
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആസനങ്ങളെ ആ ശബ്ദമഹനീയമായ ദിവസത്തിന്റെ ദാസിയെ വിളിക്കുകയും പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവൻ തീരുമാനമായ വിധി കർത്താവേ, ജീവന്റെ മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവ് മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദാനം പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ നീ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അന്തിമോപചാരം അർപ്പിക്കാനായിട്ടുള്ള സമയമാണ്. കയ്യിലുള്ള പുഞ്ചിരിക്കം കൊണ്ടുവന്ന് അടുത്ത് ഇടാം. ഇട്ടിക്കില്ലേ ആളെ ആ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പോയിട്ട് കാലുമില്ലാതുണ്ട്. കുറെ പോകുന്നുണ്ട്. ഇതിന്റെ കളിക്ക് പോയാ കാട്ടി കഴിഞ്ഞു. പിന്നെ എനിക്ക് ഓണില്ല ഇതിന് വേണ്ടിയില്ല. ഒന്നിട്ടേക്കും നിങ്ങൾക്കറിയില്ല. തല പൊക്കിയിട്ട് പൂക്കളൊക്കെ കയ്യിലൊക്കെ ഇട്ട് ഒന്ന് നല്ലോണം ഇവിടെ ആദ്യം ഞാൻ അപ്പുറത്ത് ഇനി 4 കയറില് പിടിക്കണം. പോക്കറ്റ് ശ്രദ്ധിക്കണം കേട്ടോ. വെട്ടി വേറെ ആൾക്കാർ പൊക്കി വെച്ചു പൊക്കി കൊടുക്കണം. 2 വശത്ത് പൊക്കി കൊടുക്കണം. എന്നിട്ട് ഫ്രീ ആക്കണം കേട്ടോ. വെച്ചോ സ്റ്റാൻഡ് ലാസ്റ്റ് മാറ്റി കയറിൽ മാറ്റി യെസ്